ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ ക്ലാസ്. ഓൺലൈൻ ക്ലാസ്സൊക്കെ കുട്ടികളെല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് സാറ് ക്ലാസ്സും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അതേപോലെ നമ്മുടെ ഈ ആക്ടിവിറ്റീസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. വീഡിയോയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 1. Write the names of flowers and their colors. പൂക്കളുടെയും അവയുടെ കളേഴ്സിന് പേരെഴുതുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോട്ടസിന് നമ്മൾ ഏത് കളറാണ് എഴുതുക? ലോട്ടസിൻ്റെ നേർക്ക് ഒരു ഫ്ലവർ തന്നിട്ടാണെങ്കിൽ അതിൻ്റെ കളർ എഴുതാം, പിങ്ക്, വൈറ്റ് അങ്ങനെയൊക്കെ എഴുതാം, അല്ലെങ്കിൽ ബ്ലൂ. പക്ഷെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ പല കളറുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഏതെങ്കിലും ഒരു കളറ് അവിടെ എഴുതുക. ലില്ലിയും അങ്ങനെയാണ്. ലില്ലിയും പല കളറുണ്ട്. ഇപ്പം നമുക്കിവിടെ വൈറ്റ് എന്ന് എഴുതാം ലില്ലിക്ക്. മാരിഗോൾഡ് റെഡും ഓറഞ്ചും യെല്ലോ ഉണ്ട്. നമുക്ക് മാരിഗോൾഡിന് ഓറഞ്ച് ഇടാം. ജാസ്മിൻ വൈറ്റ്. ഹിബിസ്കസ് റെഡ്, പിങ്ക്, വൈറ്റ്, പർപ്പിൾ, പല കളറുണ്ട്. പർപ്പിൾ എന്ന് പറഞ്ഞ ഒരു തരം വയലറ്റ്. അപ്പോൾ നമുക്ക് പീച്ച് കളറുണ്ട്, യെല്ലോ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറ് നമ്മളിവിടെ സെലക്ട് ചെയ്തു. പിന്നെ റോസും അതേപോലെയാണ്, ഡിഫറെൻറ്റ് കളേഴ്സാണ്. അതിൽ ഒരു കളർ സെലക്ട് ചെയ്യാം. സൺഫ്ലവർ യെല്ലോ, എനിക്ക് സെലക്ട് ചെയ്യാനൊന്നുമില്ല, യെല്ലോ. നൈറ്റ് ക്യൂൻ വൈറ്റ്. ക്രിസാന്തമം എന്ന് പറഞ്ഞാൽ ജമന്തി, ജമന്തിയും ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വൈറ്റ് ആണോ, യെല്ലോ ആണോ, പർപ്പിൾ ആണോ, പിങ്ക് ആണോ, ഏതാണെന്ന് വെച്ചാൽ കളറ് എഴുതുക. ഇനി നിങ്ങൾ കൂടുതൽ ആഡ് മോർ ഫ്ലവേഴ്സ് ആൻഡ് ദെയർ കളേഴ്സ്. നിങ്ങൾക്കറിയാവുന്ന ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. അതിൽ കൂടുതൽ ചേർത്ത് നിങ്ങളുടെ ഈ ടേബിള് വലുതാക്കുക. ഇതേപോലെ ടേബിളാക്കി എഴുതണം. ഓക്കെ. ആക്ടിവിറ്റി നമ്പർ 2. Find one words and circle with pencil. Number 1. Sweet drink or liquid in the flowers. എന്താണ് മധുരമുള്ള കുടിക്കാൻ പറ്റുന്ന സാധനം ഫ്ലവേഴ്സിലുള്ളത്? എന്താണ്? നെക്ടർ അല്ലേ, ഹണി. ഇപ്പോൾ നമുക്കവിടെ നെക്ടർ എന്ന് എഴുതാം. അതിനെയാണ് നിങ്ങൾ റൗണ്ട് ചെയ്യേണ്ടത്. നെക്ടർ എന്ന വേർഡ് സർക്കിളിൻ്റെ ഉള്ളിലാക്കുക. നമ്പർ 2. ഡ്രോയിങ് സംതിങ് ഇൻ ടു വൺസ് മൗത്ത്. ഒരാളുടെ വായുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും വലിച്ചെടുക്കുക. അതെന്താണ്? സക്ക്. ഫുള്ളി കവേർഡ് ഓർ സോക്ക്ഡ് വിത്ത് വാട്ടർ. ആകെ കവറായി, ആകെ അതിൻ്റെ ഉള്ളിൽ പെട്ടു, അല്ലെങ്കിൽ സോക്ക്ഡ് വിത്ത് വാട്ടർ, വെള്ളത്തിൽ കുതിർന്നു. ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? വെറ്റ്. ടോട്ടലി വെറ്റ് അല്ലേ. ബട്ടർഫ്ലൈസ് ആർ ടോട്ടലി വെറ്റ് എന്ന് നമ്മൾ പഠിച്ചില്ലേ. വെറ്റ് എന്ന വേർഡാണ് അവിടെ വേണ്ടത്. കവർ ഓർ പ്രൊട്ടക്ഷൻ ഫ്രം സംതിങ് ലൈക്ക് റെയിൻ, സൺ എക്സെട്ര. പ്രൊട്ടക്ഷൻ, ഒരു കരുതൽ, ഒരു സംരക്ഷണം. ഈ വെയിലിൽ നിന്നും മഴയിൽ നിന്നൊക്കെയുള്ള ഒരു സംരക്ഷണം, അതായത് ഷെൽട്ടർ. പ്രിഫർ ഓർ ലൈക്ക് സംതിങ് എബവ് ആൾ. എല്ലാത്തിനും മേലെ അതിനെ പരിഗണിക്കുക, അതായത് ഏറ്റവും ഇഷ്ടമുള്ളത്, അതാണ് ഫേവറേറ്റ്. ട്രബിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ബട്ടർഫ്ലൈസ് പറഞ്ഞു, ഞാൻ വരില്ല, ഞങ്ങളുടെ ഫ്രണ്ടിനെ എവിടെ വിട്ടിട്ട് വരില്ല എന്നാണ് പറയണേ. സെൻഡിങ് എവേ മൈ ഫ്രണ്ട് ഇൻ ഡിസ്മേ എന്നാണ് ആ വാക്ക്. സ്മാൾ സ്റ്റോൺ പീസസ്. ചെറിയ കല്ലുകൾ പോലെയാണ്
ബട്ടർഫ്ലൈസിൻ്റെ മേലേക്ക് മഴ പെയ്തത് എന്ന് പറഞ്ഞു. അവിടെ ഉപയോഗിച്ച വാക്ക് ഏതാണ്? പെബിൾസ്. എന്താണ്? പെബിൾസ്. എട്ടാമത്തത് കളർഫുൾ പാർട്ട് ഓഫ് എ ഫ്ലവർ. ഒരു പൂവിൻ്റെ കളറുള്ള ഭാഗം ഏതാണ്? കളർഫുൾ പാർട്ട്. പെറ്റൽസ്. റിക്വസ്റ്റഡ് ഫോർ എ ഹെൽപ്പ്. ഒരു സഹായത്തിനു വേണ്ടി അപേക്ഷിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. അതിന് ഉപയോഗിച്ച വാക്ക് ബെഗ്ഡ്. അപേക്ഷിച്ചു അല്ലേ? ബെഗ്ഡ്, യാചിച്ചു എന്നൊക്കെ പറയും. പത്താമത്തെ എന്താണ്? ഹാർഡ് ബട്ട് നോട്ട് ഈസി റിക്വയറിങ് മച്ച് എഫേർട്ട്. അപ്പോൾ അത്ര എളുപ്പമല്ലാത്ത കാര്യം, അതായത് പ്രയാസമുള്ളത് അല്ലേ? അപ്പോൾ അതിനെന്താണ് പറയുന്നത്? ഡിഫിക്കൽട്ട്. 11 ഷോയിങ് ഹാപ്പിനെസ് ഓർ സാറ്റിസ്ഫാക്ഷൻ. ഷോയിങ് ഹാപ്പിനെസ്. ഇപ്പം നമ്മുടെ സണ്ണ് ഇവരുടെ ബട്ടർഫ്ലൈസിൻ്റെ ലവൊക്കെ കണ്ട് നല്ല സന്തോഷിച്ചിരിക്കുകയാണ്. അവിടെ വരുന്ന വാക്കാണ് പ്ലീസ്ഡ്. എന്താണ്? പ്ലീസ്ഡ്. പിന്നെ അവസാനത്തത് സെൻഡ് എവേ സംതിങ്. പറഞ്ഞയക്കുക. ടു മേക്ക് സംതിങ് മൂവ് എവേ. അവിടെ നിന്ന് നീക്കിവിടുക. അതെന്താണ്? ചേസ്ഡ്. മേഘങ്ങളെയൊക്കെ നീക്കി വിട്ടില്ലേ? ചേസ്ഡ് ദ ക്ലൗഡ്സ്. ദ സൺ ചേസ്ഡ് ദ ക്ലൗഡ്സ് അല്ലേ? അപ്പോൾ ചേസ്ഡ്. ഇനി ഈ വേർഡ്സൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടെത്തിയതിന് ശേഷം അതിനെ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാക്കുക. അതിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3. ഫൈൻഡ് ഔട്ട് മോർ വേർഡ്സ്. ഫൈൻഡ് ഔട്ട് മോർ വേർഡ്സ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ബട്ടർഫ്ലൈ എന്ന കുറച്ച് വലിയൊരു വേർഡാണ്. ഈ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് കുറേ ചെറിയ വേർഡ്സ് ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ തന്നെ 3 വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ എന്നുള്ളത് ഫ്ലൈ. പിന്നെ മാഷ് തന്നിട്ടുള്ളത് ടയറും ബെൽറ്റുമാണ്. അത് നമ്മളവിടെ കണ്ടല്ലോ ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് വേർഡ്സും കൂടി അവിടെ എഴുതണം അല്ലേ? എന്തൊക്കെയാണ് അവിടെ എഴുതാൻ പറ്റുന്നത്? ബട്ടർ. ബട്ടർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? വെണ്ണ. ബട്ടർ. BUTTER ബട്ടർ. പിന്നെ ട്രൈ. TRY ട്രൈ. റബ്ബ്. RUB റബ്ബ്. BUT ബട്ട്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരസുക. റബ്ബർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? റബ്ബർ. ട്രൈ പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുക, പ്രയത്നിച്ച് നോക്കുക. ബട്ട് പക്ഷേ. ഫ്രൈ പൊരിച്ചത്, പൊരിക്കുക, വറുക്കുക, അതൊക്കെ. ബെറ്റ് വയ്ക്കാന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടോ? ബെറ്റർ. പിന്നെ റഫ്. ബ്ലൂ. ട്രൂ. ഇത്രയും വേർഡ്സൊക്കെ നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഇനിയും കൂടുതൽ വേർഡ്സ് ഉണ്ടോയെന്ന് നിങ്ങളൊന്ന്. അടുത്ത പ്രവർത്തനം റീഡ് ദ പാസേജ്. ട്രൂ ലവ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ ബട്ടർഫ്ലൈസ് were totally wet. ബട്ടർഫ്ലൈസ് ആകെ നനഞ്ഞു. വെറ്റ്, നനഞ്ഞു. It was very difficult for them to fly. It was very difficult to fly. അവർക്ക് വളരെ പ്രയാസമായി പറക്കാൻ. It was very difficult for them to fly. They looked at the sky. അവ ആകാശത്തേക്ക് നോക്കി. It was still cloudy. അത് അപ്പോഴും മേഘം മൂടിയിരുന്നു. The sun was watching the butterflies from behind the clouds. സണ്ണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബട്ടർഫ്ലൈസിനെ. എവിടെ ഇരുന്നു കൊണ്ട്? ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം. മേഘത്തിൻ്റെ പിറകിലിരുന്നു കൊണ്ട് സൺ ഇങ്ങനെ നോക്കുന്നു, കണ്ടില്ലേ പിക്ചറിൽ? He was pleased to see the love and care among the butterflies. He was pleased. അവന് വളരെ സണ്ണിന് ഭയങ്കര സന്തോഷമായി. To see the love and care among the butterflies. ബട്ടർഫ്ലൈസിൻ്റെ ഇടയിലുള്ള സ്നേഹവും കരുതലൊക്കെ കണ്ടിട്ട് സണ്ണ് വളരെയധികം സന്തോഷിച്ചു. So he
chased the clouds away. അതുകൊണ്ട് എന്ത് ചെയ്തു? സണ്ണ് ചേസ്ഡ് ദ ക്ലൗഡ്സ് അവേ. ചേസ്ഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറ്റിക്കളഞ്ഞു, മഴക്കാറിനെയൊക്കെ മാറ്റി. ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ്. അങ്ങനെ മഴ നിന്നു. ദ സൺ ഡ്രൈഡ് ദ ബട്ടർഫ്ലൈസ്. സണ്ണ് ബട്ടർഫ്ലൈസിനൊക്കെ ഡ്രൈ ആക്കി, ഉണക്കി കൊടുത്തു. ഡ്രൈഡ്, ഉണക്കി. എന്താണ് ബട്ടർഫ്ലൈസ്? വിങ്സ്. വിങ്സ് നന്നായിട്ട് ഉണക്കി കൊടുത്തു. ദ 3 ബട്ടർഫ്ലൈസ് വേർ വെരി ഹാപ്പി. ദ 3 ബട്ടർഫ്ലൈസ് വേർ ഹാപ്പി അഗെയിൻ. അവ വീണ്ടും നല്ല സന്തോഷത്തിലായി. ദ ഡാൻസ്ഡ് ഇൻ ദ ഗാർഡൻ എമംഗ് ദ ഫ്ലവേഴ്സ് ടിൽ ഈവനിങ്. അവർ പൂക്കൾക്കിടയിലൂടെ പൂന്തോട്ടത്തിൽ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. അതുവരെ? ടിൽ ഈവനിങ്, വൈകുന്നേരം വരെ. വെൻ നൈറ്റ് ഫെൽ ദേ വെൻറ്റ് ടു സ്ലീപ്പ്. രാത്രിയായപ്പോൾ അവ ഉറങ്ങാൻ പോയി. ട്രൂ ലവ് എന്നുള്ള ഒന്നുകൂടെ വായിക്കാം. ഇതിൽ മലയാളമൊന്നും പറയാതെ ഒറ്റ വായന. അങ്ങനെയാണ് നിങ്ങൾ വായിക്കേണ്ടത്. ട്രൂ ലവ്. ദ ബട്ടർഫ്ലൈസ് വേർ ടോട്ടലി വെറ്റ്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഫ്ലൈ. They looked at the sky. It was still cloudy. The sun was watching the butterflies from behind the clouds. He was pleased to see the love and care among the butterflies. So he chased the clouds away. It stopped raining. The sun dried the butterflies' wings. The 3 butterflies were happy again. They danced in the garden among the flowers till evening. When the night fell, they went to sleep. Okay?